സൂര്യൻ അതിന്റെ കാന്തിക മണ്ഡലത്തിൽ തിരിയാൻ പോവുകയാണോ? അത് സൂര്യന് ദിശമാറ്റത്തിന് തന്നെ കാരണമാകുമോ? എങ്ങനെയായിരിക്കാം ഇത് ഭൂമിയെ ബാധിക്കുക? നമുക്ക് നോക്കാം. സൂര്യൻ അതിന്റെ 11 വർഷത്തെ ചക്രത്തിന്റെ ഏറ്റവും സജീവമായ സോളാർ മാക്സിമം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചതായി നാസ സ്ഥിരീകരിച്ചിരിക്കുന്നു. സൂര്യനിൽ കാന്തിക പ്രവർത്തനങ്ങൾ നടക്കുന്ന സൺസ്പോട്ട് എന്ന ഘടനകൾ മൂലമായിരിക്കാം ഈ ദിശതിരിയൽ നടക്കുന്നത്. ഏകദേശം 11 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഇത്തരം സൗരപ്രവർത്തനങ്ങളെ സോളാർ സൈക്കിൾ എന്നാണ് വിളിക്കുന്നത്. ഈ സൗരപ്രവർത്തനം ചെറിയ ഉപഗ്രഹങ്ങളെ, പ്രത്യേകിച്ച് ലോ എർത്ത് ഓർബിറ്റിൽ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. സൂര്യനിൽ നിന്ന് സംഭവിക്കുന്ന ശക്തമായ പ്ലാസ്മ പ്രവാഹങ്ങളായ കൊറോണ മാസ് ഇഞ്ചക്ഷനുകൾ ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി പ്രവർത്തിക്കുമ്പോൾ ശക്തമായ സൗരവാതം ഉടലെടുക്കുന്നു. ഇവ ഉപഗ്രഹങ്ങളെയോ വൈദ്യുത വിതരണ ഗ്രിഡുകളെയോ ബാധിക്കുവാനുള്ള ചെറിയ സാധ്യതയുമുണ്ട്. ധ്രുവദീപ്തികൾ എന്നറിയപ്പെടുന്ന ഒറോറ പ്രകാശങ്ങൾ ധ്രുവപ്രദേശത്ത് ഉടലെടുക്കുന്നതിനും സൗരവാതം കാരണമാകും. സാധാരണഗതിയിൽ സൗരവാതങ്ങൾ ജനജീവിതത്തെ കടുത്ത നിലയിൽ ബാധിക്കാറില്ല. എന്നാൽ ബഹിരാകാശ മേഖലയെ ഈ പ്രതിഭാസം അല്പം ബാധിച്ചിട്ടുണ്ട്. കർട്ടിൻ യൂണിവേഴ്സിറ്റിയുടെ ബിനാർ സ്പേസ് പ്രോഗ്രാമിൽ നിന്നുള്ള 3 ക്യൂബ്സാറ്റുകൾ ബൈനാർ സെക്കൻഡ്, ബിനാർ 3, ബിനാർ 4 എന്നിവ വിക്ഷേപിച്ച് 2 മാസത്തിനു ശേഷം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അപ്രതീക്ഷിതമായി കത്തിനശിച്ചു. ഈ ഉപഗ്രഹങ്ങൾ 6 മാസത്തെ പ്രവർത്തന കാലയളവിനായി രൂപകൽപ്പന ചെയ്തതാണ്. സൗരജ്വാലകളുടെ കുതിച്ചുചാട്ടവും ശക്തമായ സൗരവാതങ്ങളും ഉപഗ്രഹ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക മാത്രമല്ല, അവയുടെ വൈദ്യുത ഘടനകൾക്ക് അപകട സാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. സൗരപ്രതിഭാസങ്ങൾ തുടരുമ്പോൾ ശാസ്ത്രജ്ഞർ സൗരസ്വഭാവം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കും, പ്രത്യേകിച്ചും അത് ആത്യന്തികമായ പരമാവധിയിലേക്ക് അടുക്കുമ്പോൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.